മകരം രാശി, ഒരു അന്യനിൽ നിന്ന് വരുന്ന സഹായം ജീവിതം മാറ്റാം. ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃച്ഛികമല്ല. പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന് ഒരു കാരണമുണ്ട്. മകരം രാശിയിൽ ജനിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അദൃശ്യമായ കൈ നിങ്ങളെ തൊടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ കൈ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന്, നിങ്ങൾ ഒരിക്കലും ഊഹിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് വരാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷേ തളർന്നു കഴിഞ്ഞിരിക്കാം. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റൊന്ന് വരുന്നതുപോലെ തോന്നിയിരിക്കാം. ജീവിതം ഒരു ഭാരമായി അനുഭവപ്പെട്ടിരിക്കാം. ഒരുപക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നു തോന്നി, ആരും തന്നെ സഹായിക്കാൻ ഇല്ല എന്ന് മനസ്സ് പറഞ്ഞിരിക്കാം. പക്ഷേ ഇതാ, ആ നിമിഷം മാറാൻ പോകുകയാണ്. ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു അത്ഭുതകരമായ ക്രമീകരണം സൃഷ്ടിക്കുന്നു. ആ ക്രമീകരണത്തിൽ നിങ്ങൾക്കു വേണ്ടി ഒരു അന്യൻ, ഒരു അപരിചിതൻ, ഒരു ദൈവദൂതനെപ്പോലെ ജീവിതത്തിൽ കടന്നുവരാൻ പോകുന്നു. മകരം രാശിക്കാർക്ക് ഈ സമയം ഒരു കർമ്മ പരിവർത്തനത്തിന്റെ ഘട്ടമാണ്. ഇത് ഒരു ചെറിയ മാറ്റമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ തിരിക്കുന്ന ഒരു ദൈവിക ഇടപെടലാണ്. ശനി, നിങ്ങളുടെ രാശ്യധിപൻ, ഇപ്പോൾ ഒരു പ്രത്യേക ഭ്രമണപഥത്തിലാണ്. ഗുരു ഭഗവാൻ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദൃഷ്ടി നൽകുന്നു. രാഹുവും കേതുവും ഒരു അത്ഭുതകരമായ ഊർജ്ജചക്രം സൃഷ്ടിക്കുന്നു. ഈ ഗ്രഹസംഗമം ഉണ്ടാക്കുന്ന ഫലം ഒന്ന് മാത്രമാണ്: നിങ്ങൾക്ക് ഒരു അന്യനിൽ നിന്ന്, ഒരു അപ്രതീക്ഷിതമായ ദിശയിൽ നിന്ന് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സഹായം ലഭിക്കും. ഈ സഹായം പണമാകാം, ഒരു അവസരമാകാം, ഒരു ബന്ധമാകാം, ഒരു വഴി കാണിക്കലാകാം, ഒരു വാക്കാകാം. ശരിയായ നേരത്ത് ശരിയായ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്ക്. ആ വാക്ക് നിങ്ങളെ കരകയറ്റും. ആ നിമിഷം ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൂതുമായി ആ വ്യക്തി വരും. നിങ്ങൾ ആ ദൂത് തിരിച്ചറിയണം. ആ നിമിഷം ഒഴുകിപ്പോകാൻ അനുവദിക്കരുത്. ഇതൊക്കെ എങ്ങനെ, എപ്പോൾ, ഏതു വഴിയിൽ ഉണ്ടാകും? അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഗ്രഹങ്ങൾ ഇന്ന് എന്ത് ഊർജം പ്രവഹിപ്പിക്കുന്നു? ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ഈ ജീവിതയാത്രയിൽ മകരരാശിക്കാരെ, ദൈവം നിങ്ങൾക്ക് ഒരു രഹസ്യ കവചം നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും ആവശ്യം. ആദ്യം, കർമ്മശുദ്ധി. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നിമിഷം മൗനമായി നിൽക്കുക. മനസ്സിൽ ഇങ്ങനെ പറയുക: ഇന്ന് ഞാൻ ഒരാൾക്കെങ്കിലും നന്മ ചെയ്യും. ഇത് ചെറിയ വാക്കാണ്, പക്ഷേ ഇതിന്റെ ശക്തി അതിഭീമമാണ്. ഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഉദ്ദേശ്യം കേൾക്കുന്നുണ്ട്. ഈ ചെറിയ സങ്കല്പം, ഈ ഒരൊറ്റ നിയത്ത് ശനിയുടെ കർക്കശമായ ദൃഷ്ടിയെപ്പോലും അല്പം മൃദുലമാക്കും. ശനിദോഷ പരിഹാരം എന്ന് പറഞ്ഞ് ആളുകൾ പലതും ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ ശനിപ്രീതി നിങ്ങൾക്ക് ചുറ്റുമുള്ള അഗതികൾക്ക്, വൃദ്ധർക്ക്, അശരണർക്ക് നൽകുന്ന ഒരു ചെറിയ സഹായം. ശനീൻ ഈതിയുടെ ദേവതയാണ്. ഇടവഴിയിൽ കാണുന്ന ഒരു വൃദ്ധനോ, ആശ്രയമില്ലാത്ത ഒരു കുഞ്ഞിനോ ഒരു ഭക്ഷണം, ഒരു വസ്ത്രം, ഒരു വാക്ക്, ഇത് ശനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദക്ഷിണയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദ്വാരം അടയും. ആ ദ്വാരത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഭാഗ്യം തിരിച്ചുവരും. ഗുരുദോഷ ശമനത്തിന് ദൃഢമായ ഒരു ഉപദേശം: ഇനി മുതൽ ഒരൊറ്റ കളവും പറയരുത്, ഒരൊറ്റ വഞ്ചനയും ചിന്തിക്കരുത്. ഗുരുഭഗവാൻ സത്യത്തിന്റെ, ജ്ഞാനത്തിന്റെ, ധർമ്മത്തിന്റെ ദേവതയാണ്. ഗുരു നിങ്ങളെ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു അസത്യം, ഒരൊറ്റ അസത്യം ആ മഹാഭാഗ്യത്തിന്റെ കവാടം അടച്ചുകളഞ്ഞേക്കാം. വ്യാഴാഴ്ച ദിവസം വളരെ പ്രധാനമാണ് മകരരാശിക്കാർക്ക്. ഇനി വരുന്ന ഓരോ വ്യാഴാഴ്ചയും ഒരു ദേവാലയത്തിൽ പോകാൻ ശ്രമിക്കുക. ദേവാലയം ഏതുമാകട്ടെ, ഒരു ചെറിയ ഭഗവതി ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം, ഒരു ഗണപതി ആലയം, ഇഷ്ടദൈവത്തിനു മുന്നിൽ നിൽക്കുക. 5 മിനിറ്റ് മതി. ഈ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ശക്തിയിൽ നേടണം, ദൈവ അനുഗ്രഹത്തോടൊപ്പം എന്ന് മനസ്സിൽ ചൊല്ലുക. ഈ ഭക്തി നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഊർജ്ജക്ഷേത്രം നിങ്ങളിൽ നിർമ്മിക്കുന്നുണ്ട്. ആനുദിനം ഒരു ദീപം, ഒരു ചെറിയ നെയ്യ് വിളക്ക് ഇഷ്ടദൈവത്തിന്റെ ചിത്രത്തിന് മുന്നിൽ കൊളുത്തുക. ഇരുട്ടിനോട് മല്ലടിക്കുന്ന ആ ചെറിയ ജ്വാല ഒരു ദിവ്യ സന്ദേശം ആകാശത്തേക്ക് അയക്കുകയാണ്. മകരം രാശിക്കാരെ, സ്നേഹത്തിന്റെ കാര്യത്തിൽ ഈ സമയം ഒരു വലിയ തിരിവ് വരാൻ പോകുകയാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്നുണ്ടാകാം. ഒരുപക്ഷേ ഒരു ബന്ധമുണ്ടെങ്കിലും ആ ബന്ധത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഗ്രഹങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ: ഈ ഒറ്റപ്പെടൽ ശാശ്വതമല്ല. ഈ ശൂന്യത ചിരകാലം നിലനിൽക്കില്ല. ഒരു ദൈവിക ബന്ധം, ഒരു യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ആകാശത്ത് ഒരുങ്ങി നിൽക്കുകയാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലഘട്ടം അത്യന്തം ശുഭകരമാണ്. ഗുരു ഭഗവാൻ 7ാം ഭാവത്തിൽ ചലിക്കുന്ന സ്വാധീനം മകരം രാശിക്കാർക്ക് ദാമ്പത്യ ഭാഗ്യം തുറക്കുകയാണ്. ദീർഘകാലമായി വിവാഹം നടക്കാതെ കാത്തിരിക്കുന്നവർക്ക് ഇനി ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഒരു നല്ല ജാതകം, ഒരു നല്ല കൂട്ടായ്മ, ദൈവം തന്നെ ഒരുക്കിവെച്ച ഒരു ബന്ധം, അത് ഈ ദിനങ്ങളിൽ നിങ്ങളുടെ വാതിൽക്കൽ വന്നു നിൽക്കും. ഇതിനകം വിവാഹിതരായവർക്ക് ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുതിയ ഊഷ്മളത കൊണ്ടുവരുന്നു. ഒരു കാലത്ത് ദൂരം തോന്നിയ ഭാര്യ-ഭർത്തൃ ബന്ധം ഇനി അടുക്കാൻ പോകുകയാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ, ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കാൻ, ഒരുമിച്ച് ഒരു ഭവനം, ഒരു ജീവിതം പണിതുയർത്താൻ ഒരു ദൈവിക അവസരം ഈ ദിനങ്ങളിൽ ലഭിക്കും.
ദമ്പതിമാർ തമ്മിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ, ചെറിയ കലഹങ്ങൾ അവക്ഷമയോടെ സംസാരിക്കുകയാണെങ്കിൽ ഇനി ഈ ദിവസങ്ങളിൽ തന്നെ പരിഹരിക്കപ്പെടും. ഒരു ബന്ധത്തിൽ ഇരിക്കുന്നവർക്ക് ഈ സമയം ഒരു തീരുമാനം എടുക്കേണ്ട കാലമാണ്. ഈ ബന്ധം ശരിക്കും ദൈവം ഉദ്ദേശിച്ചതാണോ അതോ കർമ്മബന്ധം മാത്രമാണോ? ഈ ചോദ്യത്തിന് ഈ ദിനങ്ങളിൽ ഉത്തരം ലഭിക്കും. ഗ്രഹങ്ങൾ സത്യം വെളിപ്പെടുത്തുന്ന കാലമാണ് ഇത്. ഒരു ബന്ധം ഉറപ്പിക്കേണ്ടതാണെങ്കിൽ ഉറപ്പിക്കാൻ, ഒഴിഞ്ഞു മാറേണ്ടതാണെങ്കിൽ ധൈര്യത്തോടെ ആ തീരുമാനം എടുക്കാൻ ഈ കാലം നിങ്ങൾക്ക് ശക്തി നൽകും. കുടുംബ ജീവിതത്തിൽ ഈ ദിനങ്ങളിൽ ചില ഉത്കണ്ഠകൾ ഉണ്ടാകും. ഒരു കുടുംബ അംഗത്തിന്റെ ആരോഗ്യം, ഒരു ബന്ധുവിന്റെ കാര്യം, ഇതൊക്കെ ഒരു ആകുലത സൃഷ്ടിക്കും. പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങളും ദൈവകൃപയാൽ ഭദ്രമായിരിക്കും. കുടുംബത്തിൽ ഒരു ശുഭവാ. ഇനി നിങ്ങൾക്കായി ഈ ഭാഗം ഞാൻ എഴുതുകയാണ്. മകരം രാശിക്കാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ, കാരണം ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് സംസാരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയം ഒന്നേ ഉള്ളൂ: നിങ്ങളുടെ ആത്മീയ ശുദ്ധി. ജീവിതത്തിലെ ചില ദുഃഖങ്ങൾ, ചില നഷ്ടങ്ങൾ, ചില തകർച്ചകൾ, ഇവ ഒന്നും ആകസ്മികമല്ല. ഇവ ഓരോന്നും നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നതാണ്. ശനി ഭഗവാൻ ഒരിക്കലും കടുപ്പക്കാരനല്ല. അദ്ദേഹം ഒരു കർശനമായ ഗുരുവാണ്. അദ്ദേഹം നിങ്ങളെ ശിക്ഷിക്കുകയല്ല, ശുദ്ധി ചെയ്യുകയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നടക്കുകയാണ്. ഈ നേരത്ത് ആത്മീയ പരിഹാരങ്ങൾ, അതായത് ദൈവീക കർമ്മശോധനകൾ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ചെറിയ ദീപം കൊളുത്തുമ്പോൾ പോലും ആ വെളിച്ചം ശനിയുടെ ദൃഷ്ടിയിൽ ഒരു പ്രാർത്ഥനയാകും. ശനിയാഴ്ച ദിവസം ഒരു ചെറിയ നിലവിളക്ക് കൊളുത്തി കറുത്ത എള്ള് ദൈവസന്നിധിയിൽ അർപ്പിക്കൂ. ഇത് ഒരു ആചാരം മാത്രമല്ല, ഇത് ശനി ദോഷശമനത്തിനുള്ള ഒരു ആത്മീയ ചാനലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഭാരമെല്ലാം ആ നിലവിളക്കിന്റെ തിരുനാളത്തോടൊപ്പം ദൂരെ പോകുകയാണ് എന്ന് വിശ്വസിക്കൂ. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ആത്മീയ സൂചന നൽകുകയാണ്: ദാനം ചെയ്യൂ. അത് വലിയ തുകയൊന്നും ആകണമെന്നില്ല. ഒരു ഗരീബ് കുട്ടിക്ക് ഭക്ഷണം, ഒരു അന്ധമഠത്തിലേക്ക് ഒരു തുണി, ഒരു ക്ഷേത്രത്തിൽ ഒരു നേദ്യം, ഇതെല്ലാം ഗുരുവിന്റെ അനുഗ്രഹം ദ്വിഗുണമാക്കും. ഗുരു ജ്ഞാനത്തിന്റെ ഗ്രഹമാണ്, ഔദാര്യത്തിന്റെ ഗ്രഹമാണ്. നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഗ്രഹദേവൻ നിങ്ങളുടെ ഭാഗ്യം തുറക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ച ദിവസം ഗുരുദേവനെ പ്രാർത്ഥിക്കൂ. മഞ്ഞ പൂക്കൾ അർപ്പിക്കൂ. ഹൃദയം നിറഞ്ഞ ഒരു പ്രാർത്ഥന: ഭഗവാനെ, എന്നെ ജ്ഞാനത്തിലേക്ക് നയിക്കൂ, സത്യത്തിലേക്ക് നടത്തൂ. ഇത് മതി. രാഹുദോഷം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ. ചിലർ ആരെ വിശ്വസിക്കണം, ആരെ ഒഴിവാക്കണം എന്ന് അറിയില്ലെന്ന് പറയുന്നു. ഇത് രാഹുവിന്റെ ഛായ ആണ്. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്ര, വിദേശ അവസരങ്ങൾ, മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. മകരം രാശിക്കാരെ, ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നക്ഷത്രങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞുതരുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ആദ്യം നമ്മൾ ശ്രദ്ധ തിരിക്കണം. കാരണം ശനി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ശുദ്ധീകരണം നടത്തുകയാണ്. ശരീരം ഒരു ക്ഷേത്രം പോലെയാണ്. ആ ക്ഷേത്രത്തിൽ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ക്ഷീണവും ആകുലതയും ഇപ്പോൾ പുറത്തുവരാൻ ശ്രമിക്കുന്നു. ചിലർക്ക് ദീർഘകാലമായി ഉള്ള ഒരു ആരോഗ്യ പ്രശ്നം ഇനി ശ്രദ്ധ ആവശ്യപ്പെടും. ഇത് ഭയപ്പെടാനുള്ളതല്ല, ഇത് ഒരു സൂചനയാണ്. ശരീരം നിങ്ങളോട് സംസാരിക്കുന്നു: ഇനി എന്നെ ശ്രദ്ധിക്കൂ എന്ന്. ഉറക്കക്കുറവ്, ക്ഷീണം, ദഹന സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇവ ഈ ഘട്ടത്തിൽ ചിലർക്ക് അനുഭവപ്പെടാം. എന്നാൽ ഇതെല്ലാം ക്ഷണികമാണ്. ഗുരുഭഗവാന്റെ ദൃഷ്ടി നിങ്ങളുടെ ആരോഗ്യ ലഗ്നത്തിൽ ഒരു സുരക്ഷാ കവചം ഒരുക്കുന്നുണ്ട്. ഈ കാലയളവിൽ ശരിയായ ഭക്ഷണക്രമം പാലിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ഉറക്കം ശ്രദ്ധിക്കുക. ഇത്രമാത്രം ചെയ്താൽ ശരീരം വളരെ വേഗം സന്തുലിതാവസ്ഥ കൈവരിക്കും. മനസ്സിന്റെ ആരോഗ്യം ഇതിലും പ്രധാനമാണ്. ഇക്കാലത്ത് ചിലർ വൈകാരികമായ ഒരു ഭാരം അനുഭവിക്കും. ഉള്ളിൽ ഒരു അസ്വസ്ഥത, ഒരു ചോദ്യം: ഞാൻ ശരിയായ വഴിയിലാണോ എന്ന്. ഈ ചോദ്യം ഉണ്ടാകുന്നത് ദൗർബല്യമല്ല, ഇത് ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. രാഹുവിന്റെ സ്വാധീനം ചിലർക്ക് മനസ്സിൽ ഒരു ഭ്രമമുണ്ടാക്കും, ജീവിതം ശരിയായ ദിശയിൽ പോകുന്നില്ല എന്ന തോന്നൽ. എന്നാൽ ഇത് ഒരു മായ ആണ്, സത്യമല്ല. ഈ ഭ്രമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഏറ്റവും നല്ല മാർഗം ഈശ്വരഭജനവും ധ്യാനവും ആണ്. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കാം. വിദ്യ അഭ്യസിക്കുന്ന മകരം രാശിക്കാർക്ക് ഈ കാലം ഒരു വഴിത്തിരിവ് ആകാൻ പോകുന്നു. ഗുരു ഭഗവാൻ ബുദ്ധിയും ജ്ഞാനവും ഒരേ സമയം ഉണർത്തുമ്പോൾ പഠനത്തിൽ ഒരു പുതിയ ഉൾക്കാഴ്ച ലഭിക്കും. ദീർഘനാളായി ഉള്ളിൽ ഒരു ആശ്ചര്യമോ ജ്ഞാനദാഹമോ ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഇനി ഫലം കൊടുക്കാൻ തുടങ്ങും. ചിലർക്ക് ഒരു പ്രധാന പരീക്ഷ. മകരം രാശിക്കാരെ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതത്തിൽ ചിലപ്പോൾ ഇരുട്ടിന്റെ ഏറ്റവും ആഴമേറിയ നിമിഷത്തിൽ മാത്രമാണ് വെളിച്ചം കണ്ണിൽ തെളിയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഘട്ടം, ഈ നിമിഷം, ഇത് ഒരു അവസാനമല്ല. ഇത് ഒരു പുതിയ ആരംഭത്തിന്റെ വാതിൽ തുറക്കുന്ന നിമിഷമാണ്. ആ അന്യനിൽ നിന്ന് വരുന്ന സഹായം, ആ അപ്രതീക്ഷിതമായ കൈത്താങ്ങൽ,
അത് ദൈവം നിങ്ങൾക്കായി അയക്കുന്ന ഒരു ദൂതനാണ്. ആ സഹായം സ്വീകരിക്കാൻ മനസ്സ് തുറക്കൂ. അഹങ്കാരം ഒഴിവാക്കൂ. വിനയത്തോടെ, കൃതജ്ഞതയോടെ ആ സ്നേഹം ഏറ്റുവാങ്ങൂ. കാരണം ഈ സഹായം ദൈവത്തിന്റെ കൈകൾ ഉപയോഗിച്ച് അയക്കപ്പെടുന്നതാണ്. മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന നാളുകൾ, ആ നാളുകൾ ഒരു പുനർജന്മം പോലെ അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വേദനകൾ, കണ്ണുനീർ, ഒറ്റപ്പെടലിന്റെ നോവ്, ഇതെല്ലാം ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിരുന്നു. ആ തീ കടന്നുപോയ ശേഷം ഇനി സ്വർണം പോലെ തിളങ്ങാനുള്ള സമയം ആഗതമാകുകയാണ്. ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മൾ ഒരുപക്ഷേ ഒരാളെ ആശ്രയിക്കുന്നത് ബലഹീനതയാണ് എന്ന് കരുതുന്നു. പക്ഷേ ദൈവം കരുതിവച്ച ഒരു ആൾ വഴി സഹായം സ്വീകരിക്കുന്നത്, അത് ആ ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ആഴത്തെ കാണിക്കുന്നു. മകരം രാശിക്കാരെ, ആ വിശ്വാസം കൈവിടരുത്. ആ ദൈവകൃപ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഈ നിമിഷം ഒരു കാര്യം ഉറപ്പിക്കൂ, ഈ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ഉറ്റ ദൈവം, ആ പ്രപഞ്ചശക്തി, ഗ്രഹങ്ങളുടെ ചലനം, ഇതെല്ലാം നിങ്ങൾക്കായി, നിങ്ങളുടെ നന്മയ്ക്കായി ചലിക്കുകയാണ്. ആ ദൈവഹസ്തം ഇന്നും നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട്. ആ സംരക്ഷണ കവചം ഒരിക്കലും ഇളകില്ല.